ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളാണ്. ഇതാണ് നമ്മുടെ ബ്രൈഡ്. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ ഈ കണ്ട കറക്കം ഒരു റീലിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ റീല് ബാക്കി എടുക്കാൻ പറ്റാതെ ഫ്ലോപ്പായി പോയി. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുവാണ്. ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ഞാനും ചേച്ചിയും കൂടെ ഇരുന്നിട്ട് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചേരുന്ന മേക്കപ്പൊക്കെ ഇട്ട് ട്രയൽ ചെയ്ത് നോക്കുവാണ്. രാവിലെ അവൾ ഒരുങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നേരത്തെ ഒരുങ്ങി മണ്ഡപത്തിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഇവൾക്ക് അമ്പലത്തിൽ കയറണമെന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും റെഡിയായി സെറ്റായിട്ട് നിൽക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈം അങ്ങനെ പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണക്കാക്കി നേരത്തെ ഇറങ്ങി. ഇതാണ് എൻ്റെ മേക്കപ്പ് ആൻഡ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇത് അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് എടുത്തതാണ്. ചെക്കൻ വന്നു, ചെക്കൻ കൊടുത്ത സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഇവർക്ക് ഈ മാലയൊക്കെ ഇടും. പിന്നെ അതുപോലെ തന്നെ ചെക്കനും പെണ്ണും മോതിരം കൈമാറിയതിന് ശേഷം എല്ലാവരും വന്ന് ഭസ്മം ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവരെ അനുഗ്രഹിക്കും. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാനത് ഫുള്ളിങ്ങനെ നോക്കിയിരുന്നു, ഇത് എന്താ സംഭവം. അതങ്ങനെയാണല്ലോ, ഓരോ ഇതിലും ഓരോ വിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇവരെ അനുഗ്രഹിക്കുന്നു, അവർ ഹാപ്പി, ഫാമിലി എല്ലാവരും ഹാപ്പി. ഒരു പ്രത്യേകതയാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ്, കല്യാണം എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. കല്യാണം അല്ല, എൻഗേജ്മെൻ്റ് ആണ്. പക്ഷേ മൊത്തത്തിൽ ഒരു ഔട്ട്ഫിറ്റൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കല്യാണമാണെന്നുള്ളത്. ഇതൊരു കല്യാണമല്ല, എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഫുൾ ഡേ അവളുടെ കൂടെ തന്നെ ഇരിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അവളും ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബൊക്കെയൊക്കെ കൊടുത്തു. അതിന് ശേഷം ഒരു കുങ്കുമത്തിൻ്റെ ഒരു സംഭവം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചടങ്ങും പരിപാടികളൊക്കെ കഴിയും. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. അവർ നല്ല വൈബായിട്ട് ലാസ്റ്റ് ആയപ്പോൾ നല്ല ടയേർഡായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയി നല്ല കിഡിലൻ ഒരു സദ്യയൊക്കെ കഴിച്ച് നമ്മൾ ഉഷാറായിട്ട് നേരെ വീട്ടിൽ പോയി എല്ലാം മാറ്റി നല്ലപോലെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. ബൈ ബൈ.